അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലൈന് പറഞ്ഞു തരികയാണ്. നാം അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ താഗൂത്തുകൾ ഒഴിവാക്കണം. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക, അള്ളാഹു ഇറക്കിയതായ വിധി വിലക്കൾ നടപ്പാക്കാതിരിക്കുക. അങ്ങനെയുള്ള വിഭാഗത്തിന്റെ പേരാണ് താഗൂത്ത്. അങ്ങനെയുള്ള താഗൂത്തിനെ ഒഴിവാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ ആരാധിക്കുക, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് നേർച്ചയാക്കുക, അവർക്ക് അറുക്കുക, അതുപോലെയുള്ളവയെ ഒഴിവാക്കുന്ന വിഭാഗം. എന്നിട്ടോ വഅനാബു ഇലല്ലാഹ്, എന്നിട്ട് അള്ളാഹുവിലേക്ക് മാത്രം മടങ്ങുന്ന വിഭാഗം ലഹുമുൽ ബുശ്ര, അവർക്കാണ് സന്തോഷ വാർത്ത. വബശ്ശിർ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത നൽകുക മുഹമ്മദ് നബിയെ. ഇബാദ്, എന്റെ അടിമകൾ. ആരാണ് എന്റെ അടിമകൾ? അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. ഉപദേശങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് നല്ല ഭാഗങ്ങളിലേക്ക് അവർ ചെല്ലും, അതിനെ പിൻപറ്റും, അതിനെ അവർ ജീവിതത്തിൽ പകർത്തും, അതിനെ അവര് പരലോക മോക്ഷത്തിന് വേണ്ടിയുള്ളതായ മാധ്യമമാക്കി മാറ്റും. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവരാണ് അല്ലാഹു സന്മാർഗത്തിലേക്ക് നയിച്ചവർ. ഉലൈകഹും ഉലുൽ അൽബാബ്, അവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിജീവികൾ എന്നാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്നത്. ഇത് പരിഗണിക്കാൻ, ഇത് കണക്കിലെടുക്കാൻ വേണ്ടിയാണ് ഇഅ്തിബാർ എന്ന വിഷയം ഇന്ന് മദീന ഇമാമ ചർച്ച ചെയ്തത്. നാം നമ്മുടെ മുമ്പുള്ളതായ ഉമ്മകളിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ എന്നിട്ട് പാഠം പഠിക്കണം. അവരുടെ ചരിത്രം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഖുർആന്റെ നല്ലൊരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസ്റ്ററി പറയുകയാണ്, ചരിത്രം പറയുകയാണ്. ഓരോ സമൂഹം അള്ളാഹുവിന്റെ ദഅവത്തുമായിട്ട് നബിമാർ അവരിലേക്ക് ചെല്ലുമ്പോൾ അവരെ അവഗണിക്കുകയും ചെയ്യുന്നു. അവഗണിച്ച വിഭാഗത്തിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കൂട്ടാക്കാതെ ബലവെക്കാതെ ഇരുന്ന വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പലരെയും പല കാലഘട്ടങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. ആദ് ഗോത്രക്കാരെ നശിപ്പിച്ചു, സമൂദ് ഗോത്രക്കാരെ നശിപ്പിച്ചു, ഖാറൂനും ഹാമാനും ഫിറഔനും അവരുടെ സമൂഹത്തെയും അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. അങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിൽ ജീവിച്ച വിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചു. ഈ നശീകരണത്തെ കുറിച്ച് ഖുർആൻ വിശദമായി നമുക്ക് വിവരം നൽകുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പാഠം പഠിക്കാനുള്ള ഭാഗം അള്ളാഹു പറയുകയാണ്, ثُمَّ نُنَجِّي رُسُلَنَا وَالَّذِينَ آمَنُوا كَذَلِكَ حَقًّا عَلَيْنَا نُنْجِي الْمُؤْمِنِينَ. പിന്നെ നമ്മുടെ ദൂതന്മാരെ നാം രക്ഷപ്പെടുത്തുന്നു, അതുപോലെ തന്നെ നമ്മുടെ ദൂതന്മാരെ കൊണ്ട് വിശ്വസിച്ച സത്യവിശ്വാസികളെയും നാം രക്ഷപ്പെടുത്തുന്നു. كَذَلِكَ حَقًّا عَلَيْنَا نُنْجِي الْمُؤْمِنِينَ. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സത്യവിശ്വാസികൾ ആരുണ്ടോ അവരെയെല്ലാം രക്ഷപ്പെടുത്തുക എന്ന ബാധ്യത അത് നമ്മുടേതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് വിവരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നാം സത്യവിശ്വാസികളായി ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളെ ദൂരപ്പെടുത്താൻ അള്ളാഹ് ഏറ്റെടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പണ്ടുള്ളവരിൽ നിന്നിട്ട് മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തിയതുപോലെ നമ്മയും രക്ഷപ്പെടുത്തും. വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അവര് കുതന്ത്ര മന്ത്ര തന്ത്രങ്ങൾ ഇസ്ലാമിനെതിരിലും നബിമാർക്കെതിരിലും റിസാലത്തിനെതിരിലും നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായിട്ട് അവർക്ക് പാഠം പഠിപ്പിച്ചു എന്ന് ഖുർആൻ പറയുന്ന ശൈലി ഇവിടെ സ്മരണീയമാണ്. അതുപോലെ തന്നെ സൂറത്തു ശുഅറായിൽ ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. ഓരോ നബിമാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന്റെ ശേഷം ഓരോ സംഭവത്തിന്റെ സമാപനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്ന ശൈലിയാണ് ഇന്ന ഫീ ദാലിക ലആയ. നിങ്ങൾ ഈ കേട്ട സംഭവ വികാസങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട്, അതിൽ പഠിക്കാനുണ്ട്, അതിൽ പാഠമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ. ബഹുഭൂരിപക്ഷവും പണ്ട് തന്നെ അങ്ങനെയാണ്. ബഹുഭൂരിപക്ഷം സ്വീകരിക്കാത്തവരാണ്, ബഹുഭൂരിപക്ഷം തൗഹീദ് ഉൾക്കൊള്ളാത്തവരാണ്, ബഹുഭൂരിപക്ഷം ഏത് കാലഘട്ടത്തിലും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന തത്വം അംഗീകരിക്കാത്തവരാണ്, ആ തത്വത്തെ അവഗണിക്കുന്നവരാണ് എന്ന് പണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസാണ്, മാന്യനാണ്, റഹീമാണ്, അനുഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് മാന്യനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖഹറിലൂടെ, അവന്റെ ജബറൂത്തിലൂടെ ആക്രമിച്ചവരെയും അനീതി കാട്ടിയവരെയും അള്ളാഹിന്റെ കൽപ്പന ധിക്കരിച്ചവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പിടികൂടി അവരെ ശിക്ഷിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടതുപോലെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടക്കാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് പാഠമാക്കി മാറ്റി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടക്കാരെയും ആ നൂഹ് നബിയുടെ കപ്പലിനെയും ലോകർക്ക് ദൃഷ്ടാന്തമാക്കി എന്നൊക്കെ റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തിനു വേണ്ടിയാണ്? ഇഅ്തിബാറിന് വേണ്ടിയാണ്. എന്തേ ചിന്തിക്കാത്തത്? എന്തേ നാം ആലോചിക്കാത്തത്? എന്തേ നാം പഠിക്കേണ്ട പാഠങ്ങൾ, ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ നാം ഉൾക്കൊള്ളാത്തത്? അം തഹ്സബു അന്ന അക്തറഹും യസ്മഊന ഔ യഅഖിലൂന ഇൻഹും ഇല്ലാ കൽ അൻആം ബൽ ഹും അദല്ലു സബീല. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? അവരെല്ലാം ബഹുഭൂരിപക്ഷത്തെ എവിടെ കാണുന്നു? നല്ലൊരു ജനാവലിയെ കാണുന്നു. എന്താണ് അവരുടെയൊക്കെ ഗെറ്റപ്പ്, അവരുടെ വസ്ത്രധാരണ, അവരുടെ ജീവിത രീതി കാണുമ്പോൾ നല്ല ബുദ്ധിശാലികളാണ്,
ബുദ്ധിജീവികളാണ്, അവരൊക്കെ നന്നായിട്ട് ചിന്തിക്കുന്നവരാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകും. അള്ളാഹ് പറയുന്നു, അല്ല, ബഹുഭൂരിപക്ഷത്തിന്റെ സ്ഥിതി അങ്ങനെയല്ല. അം തഹ്സബു അന്ന അക്തറഹും യസ്മഊന ഔ യഅഖിലൂന, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ് യഥാർത്ഥത്തിൽ. എന്ത്? അവരൊക്കെ കാണുമ്പോൾ ബഹുഭൂരിപക്ഷം അവർ കേൾക്കുന്നുണ്ട്, ബഹുഭൂരിപക്ഷം സത്യം സ്വീകരിക്കുന്നുണ്ട്, ബഹുഭൂരിപക്ഷം തൗഹീദ് ഉൾക്കൊള്ളുന്നുണ്ട്, ബഹുഭൂരിപക്ഷം അള്ളാഹു മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്, പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ട്, നബിമാരുടെ ബാക്കിൽ അണിനിരക്കുന്നുണ്ട് എന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. ഇൻഹും ഇല്ലാ കൽ അൻആം, ബഹുഭൂരിപക്ഷം നൽകാലി മൃഗങ്ങളെ പോലെയാണ്. ബൽ എന്ന് മാത്രമല്ല, ഹും അദല്ലു സബീല, അവരെ നൽകാലി മൃഗങ്ങളെക്കാൾ വഴിപഴച്ചവരാണ്. അതാണ് ബഹുഭൂരിപക്ഷത്തിന്റെ സ്ഥിതി എന്ന് റബ്ബ് വിവരിക്കുന്നു. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ഒരിക്കലും നമുക്ക് മാനദണ്ഡമല്ല സത്യം മനസ്സിലാക്കാൻ. നമുക്ക് സത്യം മനസ്സിലാക്കാനുള്ള മാനദണ്ഡം ആരുടെ കൂടെയാണ് ഖുർആൻ, ആരുടെ കൂടെയാണ് സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്ത്, ആരാണ് റസൂലുള്ളാഹിന്റെ ബാക്കിൽ അണിനിരന്നവര്, ആരാണ് റസൂലുള്ളാഹിന്റെ ബാക്കിൽ അണിനിരന്ന സഹാബാക്കളുടെ ബാക്കിൽ അണിനിരന്നവര്, ആരാണ് സുന്നത്ത് ചെയ്യുന്നവര്, ആരാണ് സത്യത്തിൽ അടിയുറച്ചു നിന്നവര്. ഇതാണ് നമുക്ക് മാനദണ്ഡം എന്നല്ലാതെ ബഹുഭൂരിപക്ഷം ഒരു കാലഘട്ടത്തിലും നമുക്ക് സത്യം മനസ്സിലാക്കാനുള്ള മാനദണ്ഡമല്ല എന്നതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അതാണ് ചിന്തിക്കാൻ, ആലോചിക്കാൻ, ഉൾക്കൊള്ളാൻ, ഇത്തിആദ് എന്ന പദം ഉൾക്കൊള്ളാൻ, ഇഅ്തിബാർ എന്ന പദം മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാൻ, ചരിത്രത്തിൽ നിന്നിട്ട് പാഠം പഠിക്കാൻ മദീന ഇമാം ഇന്ന് മുസ്ലിം ലോകത്തെ ആഹ്വാനം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ മുഅ്മിന ഇദാ അസാബഹു സഖമു ثم عافاه الله منه كان كفارة لذنوبه, സത്യവിശ്വാസിക്ക് അഥവാ രോഗം ബാധിച്ചു, ആ രോഗത്തിൽ അദ്ദേഹം സുഖപ്പെടുകയും ചെയ്തു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിലൂടെ അദ്ദേഹത്തിന് പാപമോചനം നൽകുന്നതാണ്. അതെ, ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അള്ളാഹു പാപമോചനം നൽകും, അദ്ദേഹത്തിന് അത് കഫാറത്തായി മാറും. കാരണം നാം ഒക്കെ ചെയ്യുന്ന തെറ്റുകൾക്ക് അതിർത്തിയില്ല, എണ്ണി തീർക്കാൻ പറ്റാത്തതായ തെറ്റുകളാണ്, പാപങ്ങളാണ്, ദോഷങ്ങളാണ്, ചെറുതും വലുതുമായി നാം ചെയ്തു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്, കാട്ടിക്കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തു കിട്ടേണ്ടത് അനിവാര്യമാണ്. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു പുറത്തു തന്നില്ലെങ്കിൽ നാം അപകടത്തിൽപ്പെടും, നാം പ്രയാസത്തിൽപ്പെടും. പരലോകത്തിന് വിചാരണയുണ്ട്, പരലോകത്തിൽ ചോദിക്കപ്പെടും. ചെറുതും വലുതുമായ ആരെങ്കിലും അണുവിന്റെ അത്ര ഖൈർ ചെയ്താൽ അതിനെ പരലോകത്തിൽ അവൻ കാണുക തന്നെ ചെയ്യും. അണുവിന്റെ അത്ര നന്മ ചെയ്താൽ അവൻ പരലോകത്തിൽ കാണും, അണുവിന്റെ അത്ര തിന്മ ചെയ്താൽ അവൻ പരലോകത്തിൽ കാണും എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു നമുക്ക് പുറത്തു തരാൻ വേണ്ടി, അള്ളാഹു നമുക്ക് മാഫി ചെയ്തു തരാൻ വേണ്ടി നാം പാശ്ചാത്തപ്പിക്കേണ്ടതുണ്ട്, നാം ഖേദിച്ച് മടങ്ങേണ്ടതുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, വല്ലവർക്കും രോഗം ബാധിച്ചാൽ, ഈ ഹദീസ് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി പറയാൻ കാരണം, ഈ പ്രയാസമുള്ളതായ ഈ മാരകമായ രോഗമുണ്ടല്ലോ, പെട്ടെന്ന് വ്യാപകമാകുന്ന ഈ രോഗം പിടിപെട്ടവർക്ക് അള്ളാഹു നൽകുന്നതായ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടിയാണ് റസൂൽ പറഞ്ഞ ഈ ഹദീസിനെ അദ്ദേഹം വിവരിച്ചത്. അതുപോലെ തന്നെ മൗഇദത്തുൽ ലഹു ഫീമാ യസ്തഖ്ബിലുഹു, അവന് ഭാവിയിൽ പാഠമായി മാറുകയും ചെയ്യുന്നു. രോഗം പിടിപെട്ടവന് അള്ളാഹു ഈ രോഗത്തിൽ അള്ളാഹു എന്നെ പരിശോധിച്ചു, എത്ര പേരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചു, ഈ പരിശോധനയിൽ അള്ളാഹു എന്നെ പെടുത്തി, ഇതിൽ നിന്നിട്ട് പാഠം പഠിക്കാൻ മാത്രമുണ്ട് എന്ന് അവന് മനസ്സിലാക്കാം. ഈ മനസ്സിലാക്കുന്ന വിഭാഗം ഇവന്റെ പേരാണ് യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ സത്യവിശ്വാസി. എന്നാൽ അതേ സമയത്ത് കപട വിശ്വാസികൾ, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ, അവർക്ക് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ, അവർക്ക് എന്തില്ല, അവർക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, അവർക്ക് രോഗത്തിൽ നിന്നിട്ട് ശമനം കിട്ടിയാൽ തന്നെ അവർക്ക് മാഫി ലഭിക്കുന്നതല്ല. കാരണം അള്ളാഹുവിനെ അവർ വേണ്ടതുപോലെ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിട്ടില്ല, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കിയിട്ടില്ല, അർത്ഥത്തില്ല, അള്ളാഹുവിലേക്കാണ് വരമേൽപ്പിക്കേണ്ടത് പ്രശ്നമെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ല. അവൻ അള്ളാഹുവിന്റെ കൂടെ അള്ളാഹു സൃഷ്ടിച്ചതായ സൃഷ്ടികളിലേക്കും, അള്ളാഹു സൃഷ്ടിച്ചതായ വലിയമാരിലേക്കും, നബിമാരിലേക്കും, മഹാത്മാക്കളിലേക്കും, സാലിഹ്യങ്ങളിലേക്കും, മറഞ്ഞു കിടക്കുന്ന ഖബറാളികളിലേക്കും ചെല്ലുന്ന വ്യക്തിയായിരുന്നു. യഥാർത്ഥത്തിൽ ഖബറാളികളിലേക്ക് ചെല്ലേണ്ടത് ആ ഖബറാളികളോട് സലാം പറയാൻ വേണ്ടിയും അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയും ആണ്, എന്നല്ലാതെ അവരോട് ചോദിക്കാൻ വേണ്ടിയല്ല, അവരോട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയല്ല. അത് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവരെ അങ്ങനെയുള്ള തോന്നിവാസം ചെയ്യാൻ പാടുള്ളതുമല്ല. അത് റസൂലുള്ളാഹി കൽപ്പിച്ചതുമല്ല, അത് സഹാബാക്കൾ ചെയ്തിട്ടുമില്ല, അത് താബിഈങ്ങൾ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഖബർ സിയാറത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം എന്നതാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് ജമാഅത്ത് കൽപ്പിക്കുന്നതും ആഹ്വാനിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതിനെതിരല്ല സത്യവിശ്വാസികൾ. അതേ സമയത്ത് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള അള്ളാഹു അല്ലാത്തവരിലേക്ക് ചെല്ലുന്ന വിഭാഗം കാട്ടുന്ന തോന്നിവാസങ്ങളിൽ പെട്ടതാണ്. ഖബറാളികളിലേക്ക് ചെന്നാൽ അവരോട് ചോദിക്കുക എന്നതായ അക്രൂര കൃത്യം. അങ്ങനെയുള്ള വിഭാഗങ്ങൾക്കൊക്കെ രോഗം ബാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിലിട്ട് അവന് സുഖം നൽകി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവൻ ഒരു ഒട്ടകത്തെ പോലെയാണ്. ഒട്ടകത്തിന്റെ ഉടമ ഒട്ടകത്തെ കെട്ടിയിട്ട്
കെട്ടിട്ട് പിന്നെ ഒട്ടകത്തെ അഴിച്ചു വിട്ടാൽ ഒട്ടകത്തിന് ഒന്നും മനസ്സിലാവുകയില്ല. എന്തിനാണ് കെട്ടിയിട്ടത്, എന്തിനാണ് അഴിച്ചു വിട്ടത്, രണ്ടും അറിയുകയില്ല എന്നതുപോലെയാണ്. എന്തിനെനിക്ക് രോഗം ബാധിച്ചു, എങ്ങനെ എനിക്ക് രോഗത്തിൽ സുഖപ്പെടാൻ സാധിച്ചു എന്നൊന്നും മനസ്സിലാക്കാനുള്ള തന്റെ ഇടമോ ഒരുക്കമോ തയ്യാറെടുപ്പോ സത്യവിശ്വാസി അല്ലാത്തവർക്ക് ഉണ്ടാവുന്നതല്ല, അള്ളാഹുമായി ബന്ധമില്ലാത്തവർക്ക് ഉണ്ടാവുന്നതല്ല. അള്ളാഹുമായുള്ളതായ യഥാർത്ഥ ബന്ധം, യഥാർത്ഥത്തിൽ ബന്ധപ്പെടേണ്ടതുപോലെയുള്ള ബന്ധം ആരിൽ നിന്നിട്ട് ഉത്ഭവിച്ചു, അങ്ങനെയുള്ളവർക്കുള്ളതായ നേട്ടമാണ്. അവരുടെ ദോഷങ്ങൾ പുറത്തു കിട്ടും, അവരുടെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫി ചെയ്യും. ഇനി മരിക്കുകയാണെങ്കിൽ തന്നെ നാം നേരത്തെ പറഞ്ഞതുപോലെ പരലോക മോക്ഷം അവന് ലഭിക്കുകയും ചെയ്യും. അവൻ ഈമാനോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ. നിങ്ങൾ ഈ കേട്ടതായ ഹദീസ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ്. അല്ലാഹു പറയുന്നു ഖുർആനിൽ, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖ. ഇതാണ് മുഖ്യം. ഏത് മുൻഗാമികളുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ മഹാത്മാക്കളാകുന്ന സാലിഹ്യങ്ങളാകുന്ന നബിമാരുടെയും അവരുടെ ബേക്കിൽ അണിനിരന്നവരുടെയും ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു, ആരെങ്കിലും അള്ളാഹുവിനെ പിൻപറ്റി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും അനുസരിച്ചു, എന്നാൽ എന്താണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്? ഫൗലൈക, ആ വിഭാഗം മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. ആരാണ് അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നല്ലൊരു വിഭാഗം. വഹസുന ഉലൈക റഫീഖ, അല്ലാഹുവിന്റെ ദൂതന്മാർ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, അവരൊക്കെയാണ് പരലോകത്തിൽ ഇവരുടെ കൂട്ടുകാരായി വരിക, നല്ലവരുടെ കൂട്ടുകാരായി വരിക. അതുകൊണ്ട് അള്ളാഹു നശിപ്പിച്ച ആദ്, സമൂത്ത് ഗോത്രക്കാർ, ഫിറഔന്, ഹാമാന്, ഖാറൂന് പോലത്തതായ വിഭാഗം, അവർ അള്ളാഹു നശിപ്പിച്ച വിഭാഗം, ആ വിഭാഗത്തിന്റെ എല്ലാം ചരിത്രം വിട്ടുകിടക്കുമ്പോൾ അതിൽ നിന്നിട്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവർ, എന്നിട്ട് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവർ, നബിമാരുടെ ബേക്കിൽ അണിനിരന്നവർ, അവർക്ക് ലഭിക്കുന്ന നേട്ടമാണ്. ഈ മുമ്പ് പറഞ്ഞ വിഭാഗത്തിന്റെ ബേക്കിൽ അണിനിരന്നവർ അവരുടെ കൂടിയാണ് പരലോകത്തിൽ. ഹാറൂനിന്റെയും ഹാമാന്റെയും ഫിറഔന്റെയും കൂടെയാണ് അങ്ങനെയുള്ള വിഭാഗം. പക്ഷെ അതേ സമയത്ത് നേരെ മറിച്ച് ജീവിച്ച വിഭാഗം ആരുടെ കൂടിയാണ്? നബിമാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ, സജ്ജനങ്ങളുടെ കൂടെ. വഹസുന ഉലൈക റഫീഖ, എന്തോ ഒരു കൂട്ടുകാർ, എന്തോ ഒരു നല്ല കൂട്ടുകാരാണവർ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള വിഭാഗത്തിൽ പെടാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അള്ളാഹു ആ ഇനത്തിൽ നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ. ചുരുക്കത്തിൽ ഈ ഇഅ്തിബാർ എന്ന വിഷയം വലിച്ചു നീട്ടി പറയേണ്ട വിഷയമാണ് എങ്കിലും നമ്മുടെ സമയത്തിന്റെ കുറവ് കാരണത്താൽ ഞാൻ സമാപിക്കുന്നു. ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചുകൊണ്ട് സലഫു സാലിഹീങ്ങളായ മഹാത്മാക്കളുടെ, മുമ്പന്മാരുടെ ആ ജീവിതചര്യ മനസ്സിലാക്കി അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.